ഞാന് നിന്നോട് കുറെ ദിവസമായില്ല പറയുന്നു മറ്റേ കടത്തിന്റെ കുറെ വീഡിയോസ് കണ്ട് ഞാന്. പിന്നെ കടം കൊടുക്കരുത്, കടം കൊടുത്താല് ഫ്രണ്ട്സ് ശത്രുവാവും, കുടുംബക്കാർ ഇല്ലാണ്ടാവും, അങ്ങനെ ഇങ്ങനാന്നൊക്കെ കുറെ കണ്ട്. എനിക്കറിയില്ല, ഇത് കുറെ ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാല്. ഓക്കെ, വീഡിയോസ് കണ്ടു കഴിഞ്ഞാല് there might be ഓക്കെ. ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുന്ന സമയത്തില്ലേ അവർക്ക് ദേഷ്യമാണ്. അതെന്തെന്ന് വെച്ചാല് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കടം ചോദിക്കുന്ന പോലെയാണ് അവര് പെരുമാറുക. അത് ഒരാള് നമ്മളെ പറ്റിച്ചെന്ന്, അല്ലെങ്കിൽ ഒരാള് നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു തന്നിട്ടില്ല എന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് നമ്മൾ കടം കൊടുക്കാണ്ടിരിക്കണ്ടല്ലോ. അത് മാത്രല്ല, ഇത് മൊത്തം ജനറൽ ആയിട്ടാണ് പറയുന്നത്. കുടുംബക്കാര് ശത്രുക്കളാവും, ഫ്രണ്ട്സ് നഷ്ടപ്പെടും, ഫ്രണ്ട്സ് ശത്രുക്കളാവും എന്നൊക്കെ ജനറൽ ആയിട്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കടം കൊടുക്കുന്ന സമയത്ത് എല്ലാരും പറയല് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. തിരിച്ചു കിട്ടുമോ എന്നൊക്കെ അറിയാൻ പറ്റും. 2-3 കാര്യം നോക്കിയാൽ മതി. തിരിച്ചു കിട്ടുന്ന ആള് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കൊടുക്കാം, അല്ലെ? രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരാൾ എന്നോട് വന്നിട്ട് ഒരു 5000 റുപ്പീസ് കടം തരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ ആ 5000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ സമയത്ത് ആ പൈസ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എനിക്ക് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് ഈ 5000 കിട്ടിയില്ലെങ്കിലും വേറെ എവിടെന്നെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ 5000 കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അത് എന്റെ എമർജൻസി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്റെ ഡെയിലി ലൈഫിലോ വലിയ ബുദ്ധിമുട്ടായിട്ട് ബാധിക്കൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു തരില്ല എന്ന് അറിഞ്ഞാലും കൊടുത്തു വിടും. അല്ലെങ്കിൽ തിരിച്ചു തരാൻ ചിലപ്പോൾ ലേറ്റ് ആവും എന്ന് അറിഞ്ഞാലും നമ്മൾ കൊടുക്കും, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കിട്ടണം എന്നില്ലെങ്കിലും. മൂന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കൈമില്ലാത്ത പൈസ എടുത്ത് കൊടുക്കരുത്. അത് ആർക്കായാലും കൈമില്ലാത്ത പൈസ എടുത്ത് കൊടുക്കരുത്. ക്രെഡിറ്റ് കാർഡിനെ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ടോ ഗോൾഡ് വിറ്റിട്ടോ ഒന്നും ഒരാൾക്കും കൊടുക്കരുത്. അത് ഞാൻ അഗ്രി ചെയ്യാം. ചില സമയത്ത് ഒരാളുടെ അയാള് ബുദ്ധിമുട്ടി നിൽക്കുന്ന ടൈമിൽ അയാളെ കയ്യിൽ പൈസ ഉണ്ടാവൂല. ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ആളിപ്പം എന്താ പറയുന്നത്, നല്ലൊരു സെറ്റിൽഡ് നിക്കാണ്. നമ്മള് കടം വാങ്ങിയ പൈസ തിരിച്ചു തരാൻ നിൽക്കും, ലൈക്ക് മൈൻഡ് ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, അത് ഒരാള്. ഓക്കെ, ചില സമയത്ത് പൈസ കൊടുത്ത ഒരാള് തന്നിട്ടില്ല, ഓക്കെ, അത് ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ അതേപോലെ 1-2 പ്രാവശ്യം അതേപോലെ പണി കിട്ടിയിട്ടുണ്ടെങ്കിലോ ഇവർക്കെല്ലാം, ഈ പറയുന്ന ആൾക്കാർക്ക്, ഈ വീഡിയോ ആക്കുന്ന ആൾക്കാർക്ക്, ഈ 1-2 ഫ്രണ്ട്സ് ഉള്ളവർക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 1-2 ആള് മാത്രം അടുത്തുള്ള ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ന് പറയുമ്പോ നമുക്ക് 10-100 ആൾക്കാരുണ്ടാവും, അറിയുന്നതും ഫ്രണ്ട്സായിട്ടും കുടുംബക്കാരും എല്ലാം ആയിട്ട്. ഒരാളോ 2 ആളോ നമ്മളെ പറ്റിച്ചു എന്ന് വെച്ചിട്ട് 100 ആളും നമ്മളെ പറ്റിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ കടാണെങ്കിൽ കടാണ്, സഹായമാണെങ്കിൽ സഹായമായിട്ട് നമ്മൾ കൊടുക്കണം. അത് ഒരു പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും. അയാൾ എന്ത് സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ലല്ലോ. ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ചങ്ങായി അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമിൽ താമസിക്കുന്നവന് ഏത് ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാത്ത കാലമാണ്.